അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരൊട്ടം ചെയ്ത് തന്നെയാണ്. ഷോ ദാറ്റ് the sequence hn defined by hn equal to 1 by 1 plus 1 by 2 plus etc plus 1 by n diverges. Sequence 1 plus 1 by 2 plus etc 1 by n divergent ആണ് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പൊ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ നേരത്തെ ചെയ്തത് മൊണോട്ടോൺ ആണ്. മൊണോട്ടോൺ സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ ബൗണ്ടഡ് ആവണം എന്നായിരുന്നു. അപ്പൊ അത് ബൗണ്ടഡ് ആവാതിരിക്കാൻ നമ്മൾ 16 ടേമുകൾ എഴുതിയിട്ട് ആ ടേം എന്താ പറയാ ഗ്രേറ്റർ ഗോസ് ടു ഇൻഫിനിറ്റി എന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ പറഞ്ഞില്ലേ കമ്പ്യൂട്ടറിന് അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും എന്നൊക്കെ പറഞ്ഞ ആ പ്രോബ്ലം. പക്ഷെ കോഷി സീക്വൻസ് ഉപയോഗിച്ചിട്ട് ഇത് ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് കോഷി സീക്വൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. HN കോഷി സീക്വൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാം. അപ്പൊ കോഷി സീക്വൻസ് വെച്ച് നമ്മൾ തുടങ്ങുമ്പോൾ കോഷി സീക്വൻസിൽ എമ്മോ എന്നും ഉണ്ട്. നമ്മൾ തുടങ്ങുമ്പോൾ എമ്മോ എന്നും ഏതെങ്കിലും ഒന്നിനെ വലുതെടുക്കണം. സാധാരണ നമ്മള് ലെറ്റ് എം ഗ്രേറ്റർ ദാൻ എൻ എടുക്കണം. എം എന്നിനേക്കാളും വലുതാണെങ്കിൽ what is HM minus HN? What is HM minus HN? എന്ന് പറഞ്ഞാല് HM എന്ന് പറഞ്ഞാൽ 1 by 1 plus 1 by 2 plus etc plus 1 by m minus 1 by 1 plus 1 by 2 plus etc plus 1 by n. അത് സബ്ട്രാക്ട് ചെയ്ത m ആണ് വലുത്. അപ്പോ ഇത് സബ്ട്രാക്ട് ചെയ്ത 1 by n വരെയുള്ള ടേമുകൾ ക്യാൻസൽ ആവും. ബാക്കി 1 by n plus 1 plus 1 by n plus 2 etc plus 1 by n. ഇതിവിടെ നമ്മളൊരു ടെക്നിക്ക് ഉപയോഗിക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതായിരിക്കും? ഫസ്റ്റ് നമ്പർ ആയിരിക്കും. കാരണം ഡിനോമിനേറ്റർ കൂടുമ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും. ദിസ് വിൽ ബി ദ ലീസ്റ്റ് ഓഫ് ദീസ് നമ്പേഴ്സ്. ഈ നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? n plus 1 n plus 2. ഇവിടെ ശരിക്കും n plus m minus m ആയിരിക്കും അല്ലേ? സോറി, n plus m plus n minus n plus m minus n ആയിരിക്കും. m equal to n plus m minus n. അപ്പോ എമ്മിനെ നമുക്ക് എന്ത് എഴുതാം? n plus m minus n എന്ന് എഴുതാം. അപ്പോ n plus 1 n plus 2 n plus m minus n എന്ന് പറയുമ്പോൾ ഇത് എത്ര ടേമുകളുണ്ട്? m minus n ടേമുകളുണ്ട്. m minus n ടേമുകളുണ്ട്. റൈറ്റ് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താ 1 by 5 മുതൽ 1 by 10 വരെ എത്ര ടേം ഉണ്ട്? 1 by 5 മുതൽ 1 by 10 വരെ എത്ര ടേം ഉണ്ട്? 10 minus 5 plus 1 ടേം ഉണ്ടാവും അല്ലേ? 1 by 5 മുതൽ 1 by 10 വരെ 1 by 5 1 by 6 1 by 7 1 by 8 1 by 9 1 by 10. അപ്പോൾ 10ൽ നിന്ന് 5 കുറച്ച് എത്ര കിട്ടും? 5. അതിനോട് 1 ആഡ് ചെയ്യാം. അപ്പൊ അതേപോലെ ഇവിടെ എമ്മിൽ നിന്ന് n plus 1 കുറക്കുക. അപ്പൊ m minus n minus 1 കിട്ടും. 1 ആഡ് ചെയ്യുക. അപ്പൊ m minus n കിട്ടും. So there are m minus n terms and 1 by m is the smallest of these terms. 1 by m is the smallest of these terms.
So we can replace each of these terms by the least element. So is strictly greater than 1 by m plus 1 by m plus etc plus 1 by എല്ലാ നമ്പറിനെ ഏറ്റവും ചെറിയ വാല്യൂ കൊണ്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഈ നമ്പർ ചെറുതായിരിക്കും. So there are m minus n terms. So this equal to m minus n into 1 by m or m minus n by m. Now m n-നേക്കാളും വലുതാണ് നമുക്കറിയാം. We put m equal to 2 times n. എന്തിനാണ് അങ്ങനെ എടുത്തത്? m n-നേക്കാളും വലുതാണ്. അപ്പൊ m എന്ത് ചെയ്യുക? n-ന്റെ ഇരട്ടി എടുക്കുക. അപ്പൊ നമ്മളുടെ hm minus hn എന്താവും നോക്കുക. is equal to 2n strictly greater than ആയിരിക്കും. strictly greater than ആണ് ideal inequality. 2n minus n divided by 2n, that is hm minus hn എത്ര കിട്ടുക? n by 2n, that is hm minus hn greater than 1 by 2. So എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നമ്മൾ സ്പെഷ്യൽ ചോയ്സ് എടുത്ത് ഇവിടെ എത്തിയാലും നമുക്ക് പറയാൻ പറ്റും നമുക്ക് therefore mod hm minus hn greater than 1 by 2, hn is not Cauchy. നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സ്പെഷ്യൽ സെലക്ഷൻ ചെയ്തിട്ടും നമുക്ക് പറയാൻ പറ്റും സീക്വൻസ് കോഷി അല്ല? കാരണം എന്താ വെച്ചാല് കോഷി സീക്വൻസ് ആവണമെങ്കിൽ കുറച്ച് പാടാണ്. എന്നിനൊക്കെ എമ്മും എന്നും ഒരു പർട്ടിക്കുലർ നമ്പറിനെക്കാളും വലുതാണെങ്കിൽ എത്രാമത്തെ ടേം കഴിഞ്ഞിട്ടാണെങ്കിലും എന്താ പറയാ, എത്ര കഴിഞ്ഞാൽ നമുക്ക് സീക്വൻസ് തമ്മിലുള്ള ദൂരം ലെസ് ദാൻ നമ്മൾ ഇഷ്ടപ്പെട്ടതിനേക്കാളും ആക്കണം. 1 by 2-നേക്കാളും ചെറുതാക്കാൻ പറ്റണം നമുക്ക്. എന്തൊക്കെ എമ്മിനും എന്നിനും നമ്മൾ ചോയ്സ് നടത്തിയാലും mod hm minus hn should be made can be able to made less than any positive quantity. അപ്പൊ ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ സെലക്ഷൻ എടുത്താൽ പോലും hm-ഉം hn-ഉം തമ്മിലുള്ള ദൂരം 1 by 2-നേക്കാളും വലുതാവാണ്. എന്നൊക്കെ വളരെ കുറഞ്ഞ സ്റ്റെപ്പേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. m greater than n ആകുമ്പോൾ hm minus hn സബ്ട്രാക്ട് ചെയ്യുന്നു. അത് ഗ്രേറ്റർ ദാൻ strictly greater than m minus n divided by m എന്ന് കിട്ടുന്നു. m equal to 2n എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ mod hm minus hn greater than 1 by 2 for our special choice in fact. പക്ഷെ അത് അല്ല പ്രശ്നം. എന്തൊക്കെ അസംഷൻ നമ്മൾ ഇടയ്ക്ക് കൊടുത്താലും this should not be greater than a quantity. This should be strictly less than any quantity. അതാണ് പ്രശ്നം. സോ hn is not a Cauchy sequence. ഇതാണ് ഇതിലെ ഒരു പ്രോബ്ലം ചെയ്യാനുള്ളത്. നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്, കൺട്രാക്റ്റീവ് സീക്വൻസ്. കൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കൺവേർജന്റ് ആണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സീക്വൻസ് ആണ് കൺട്രാക്റ്റീവ് സീക്വൻസ്. കൺട്രാക്റ്റീവ് സീക്വൻസ് എന്തുകൊണ്ട് കൺവേർജന്റ് ആവുന്നു എന്ന് പറഞ്ഞാല് കൺട്രാക്റ്റീവ് സീക്വൻസ് ഇസ് എ Cauchy സീക്വൻസ് നമുക്ക് വളരെ ഒബ്വിയസ് ആയിട്ട് കിട്ടും. അപ്പൊ എന്താണ് കൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് പറയാത്തത്? എന്താണ് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാല്? കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ചുരുങ്ങുക എന്നാണ് അർത്ഥം. ഒരു സീക്വൻസിലെ ടേമുകൾ ചുരുങ്ങി വരികയാണ്. ഒരു ഡെഫിനിഷൻ പറയാ, x equal to xn is a contractive sequence there exists C such that 0 less than C less than 1 and
there exists C where 0 less than C less than 1 such that mod xn plus 2 minus xn plus 1 less than or equal to C times mod xn plus 1 minus xn. xn plus 2 n plus 2th term n plus 1th term n plus 1th term തമ്മിലുള്ള ദൂരം n plus 1th term nth term തമ്മിലുള്ള ദൂരത്തിനേക്കാളും കുറവാണ്. കാരണം c is a നെഗറ്റീവ്, എന്താ പറയാ, പൂജ്യത്തിനേക്കാളും അല്ല ഒന്നിനേക്കാളും ചെറിയ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഉദാഹരണമായിട്ട് c = ഹാഫ് കൊടുത്താല് ഇത് തമ്മിലുള്ള ദൂരത്തിന്റെ ഹാഫിനേക്കാളും കുറവാണ്. n plus 1 n തമ്മിലുള്ള ദൂരത്തിന്റെ പകുതിയേക്കാളും കുറവാണ് ഇത് തമ്മിലുള്ള ദൂരം. അപ്പൊ ചുരുങ്ങുകയാണ് രണ്ട് ടേമുകൾ തമ്മിലുള്ള ദൂരം. ആദ്യത്തെ ടേം ഇത്ര ദൂരം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ടേമുകൾ, മൂന്നാമത്തെ ടേമുകൾ, അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ ടേം, അങ്ങനെ അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ദൂരം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് this sequence is called a contractive sequence. This hold for all n belongs to, C is called the constant of the contractive sequence. അപ്പോൾ സീക്വൻസ് കൺവേർജന്റ് ആണെന്ന് കാണണമെങ്കിൽ നമുക്ക് സീക്വൻസ് കൺട്രാക്റ്റീവ് ആണെന്ന് കണ്ടാൽ മതി. അപ്പൊ ആ റിസൾട്ട് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രാക്റ്റീവ് സീക്വൻസ് കൺവേർജന്റ് ആണെന്നുള്ള റിസൾട്ട് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഫസ്റ്റ് തിയറം, every contractive sequence is a Cauchy sequence. And hence convergent. എല്ലാ contractive sequences, every contractive sequence is a Cauchy sequence and hence convergent. വായിക്കാൻ പിന്നെ ബുദ്ധിമുട്ട് വരും. എല്ലാ കൺട്രാക്റ്റീവ് സീക്വൻസുകളും Cauchy സീക്വൻസ് ആണ്, അതുകൊണ്ട് അത് കൺവേർജന്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ, ലെറ്റ് x equal to xn be a contractive sequence, then there exists 0 less than c less than 1 such that mod xn plus 2 minus xn plus 1 less than or equal to c into mod xn plus 1 minus xn is true for all n belongs to. നമ്മൾ ഇവിടെ നിർത്താതെ ഈ റിസൾട്ട് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സംഭവിക്കും. mod xn plus 2 minus xn plus 1 less than or equal to c into mod xn plus 1 minus xn. അപ്പോൾ ഈ റിസൾട്ട് ഒന്നുകൂടി അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. This less than or equal to c into mod xn minus 1. Right? Again, this less than or equal to c into mod xn minus 1 minus xn minus 2. ഇങ്ങനെ പോവുമല്ലോ. Now ഇത് ലാസ്റ്റ് this less than or equal to mod x2 minus x1 ആവുമ്പോൾ c ന്റെ പവറിൽ എന്തായിരിക്കും ഉണ്ടാവുക?
നമുക്ക് xn+2 ആകുമ്പോൾ c-ന്റെ പവർ 0 ആണ്. വേണമെങ്കിൽ c ഇല്ല. xn+1 ആകുമ്പോൾ c-ന്റെ പവർ 1 ആണ്. xn ആകുമ്പോൾ c-ന്റെ പവർ 2 ആണ്. xn-1 ആകുമ്പോൾ c-ന്റെ പവർ 3 ആണ്. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവേണ്ട കാര്യം c-ന്റെ പവറും x-ന്റെ ആദ്യത്തെ സഫിക്സും കൂട്ടിയാല് n+2 കിട്ടും. കണ്ടോ, ഇവിടെ n+2 ആണ്. ഇവിടെ n+2 n+1 ആയപ്പോൾ c-ന്റെ പവറിൽ 1 വന്നു. n ആയപ്പോൾ c-ന്റെ പവർ 2 ആയി. n-1 ആകുമ്പോൾ c-ന്റെ പവർ 3 ആയി. അപ്പൊ ഇവിടെ എന്താണോ കുറയുന്നത് അവിടെ വരും. രണ്ടും കൂടെ കൂട്ടി എന്ത് കിട്ടും? n+1 + 1 n+2 n+2 n-1 + 3 അല്ലേ? അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഇവിടെ 2 ആണല്ലേ. അപ്പൊ ഇവിടെ എന്തായിരിക്കും? n+2 ആവണമെങ്കിൽ ഇവിടെ എന്തായിരിക്കും? n ആയിരിക്കും. റൈറ്റ്? ഓക്കെ, that is very important step. കാരണം ഇത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാനുണ്ട്. mod xn+2 - xn+1 നമ്മൾ ഈ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്താല് mod xn+2 - xn+1 less than or equal to c⁻n into mod x2 - x1. ഓക്കെ, ഈ കൺട്രാക്റ്റീവ് സീക്വൻസ് ആയി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇതുവരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ട്. നിങ്ങളൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ അതുകൊണ്ടാണ് ഞാനിതിൽ വീണ്ടും ഇത് ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ ഓക്കെ, നമുക്ക് ആവശ്യം അതല്ലല്ലോ. നമുക്ക് ആവശ്യം mod xm - xn ആണ്. അത് കാണണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ m n-നേക്കാളും വലുതായിട്ട് എടുക്കുക. let m greater than n. then what is xm - xn? xm - xn കാണാൻ നമ്മൾ ചെയ്യുന്ന ഐഡിയ നോക്കാം. xm - xm-1 plus xm-1 minus xm-2 plus etc plus x2 minus x xn+1 minus xn. ഇങ്ങനെയല്ലേ വരാം. xm - xn നമ്മള് xm - xm-1 plus xm-1 minus xm-2 plus xm-2 minus xm-3 നമ്മൾ നേരത്തെ ടെലിസ്കോപ്പ് ഇതിനെ നേരെ തിരിച്ചിടക്ക് ഓരോ ടേം ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ചെയ്താലുള്ള നമുക്ക് കൺട്രാക്ഷന്റെ റിസൾട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം കൺട്രാക്ഷന്റെ റിസൾട്ട് രണ്ട് അടുപ്പിച്ചുള്ള ടേമിനാണ് റിസൾട്ട് പറയുന്നത്. xn+2 minus xn+1 mod xn+2 minus xn+1 less than or equal to c⁻n into x2 minus x1 എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വരിക എന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇതാണ്. ഈ n+2 എന്നുള്ളത് c-ന്റെ പവറിലും x-ന്റെ സഫിക്സിലും ആയിട്ട് ഒന്നും അല്ലെ. mod xn+2 minus xn+1 equal to നോക്കുക, c-ന്റെ പവർ ഈ n+2 രണ്ടായിട്ട് ഇതാക്കും. ഒന്ന് c-ന്റെ പവറിലും ഉണ്ടാവും, ഒന്ന് x-ന്റെ സഫിക്സിലും ഉണ്ടാവും. റൈറ്റ്? ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ n-3 ആയിരിക്കും അല്ലെ. c⁻n-3 ആയിരിക്കും. അപ്പൊ അങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ m-നെ നമുക്ക് this less than or equal to mod x2 minus x1 into c പവർ എന്തായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? ഈ പവറും ഇതും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? m കിട്ടണം. ഇവിടെ എന്താ വരിക? m-2 അല്ലെ. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്താൽ ഈ m കിട്ടും. ഇനി അടുത്ത ടേം എന്താണ്? പ്ലസ് again mod x2 minus x1 ആണ് നമ്മൾ എല്ലായിടത്തും എടുക്കുന്നതാണ്. c⁻m-3 etc
ലാസ്റ്റ് ടേം x2 minus x1 c power n plus 1 ഇടണമെങ്കിൽ എന്താണ് അവിടെ n minus 1 ആണ്. അപ്പോഴാണ് ഇത് ആഡ് ചെയ്താൽ n plus 1 ആവാം. ഓക്കെ, now is equal to mod x2 minus x1 can be taken as common c raised to m minus 2 plus c raised to m minus 3 plus etc plus c raised to minus 1, which is the least term. c raised to m minus 2 നെക്കാളും ഒരു c കുറവാണ് അടുത്തതിൽ. അങ്ങനെയല്ല, ഏറ്റവും ചെറിയ ടേം ഒബ്വിയസ്ലി c raised to n minus 1 ആയിരിക്കും. ആ c raised to n minus 1 നെ കോമൺ എടുക്കുക. mod x2 minus x1 into c raised to n minus 1 into അവിടുന്ന് ഇങ്ങോട്ട് എഴുതാം 1 plus c plus c square plus etc plus ഈ ടേമിനെ എങ്ങനെ എഴുതാം? ഈ ടേം നോക്കുക, c raised to m minus 2 ആണ്, ഇവിടെ n minus 1 ഉണ്ട്. അപ്പൊ ഇത് ഈ n m വരണം, -2 വരണം. ഇവിടെ n minus 1 ക്യാൻസൽ ആണ്, അപ്പൊ മൈനസ് n വരണം. എന്ത് ക്യാൻസൽ ആവാന്? പിന്നെന്ത് വരണം? -2 plus 2 -2 ഒന്നും തരില്ല. ഇത്ര മതിയോ? അല്ല, -2 ആണെങ്കിൽ ഒരു -1 കൂടി വരണം അല്ലേ? ഇവിടെ -1 വരണം. അപ്പൊ ശരിയായില്ലേ? c raised to c ന്റെ പവർ ലാസ്റ്റ് ടേമുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് വരാ, ഈ n-ഉം -n-ഉം ക്യാൻസൽ ആവും. m minus 1 ഉണ്ട്, ഈ -1 കൂടി c raised to m minus 2. അപ്പൊ ഈ സ്റ്റെപ്പ് ഇവിടുന്ന് അങ്ങോട്ട് ഇത് ജോമെട്രിക് സീരീസ് വെച്ചിട്ട് സമ്മ് കാണുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ഇവിടെ എളുപ്പമുള്ള ഐഡിയ ആണ് അതിന് ഇൻഫിനിറ്റ് ജോമെട്രിക് സീരീസ് ആക്കണം. സോ ദിസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ നമ്മൾ ചെയ്യുന്ന ഐഡിയ നോക്കുക. mod x2 minus x1 into c raised to n minus 1 into ഇതിനിവിടെ 1 plus c plus c square plus etc എന്നാക്കുക. കാരണം ഇവിടെ m minus n minus 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ടേമുകൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ക്വാണ്ടിറ്റി വലുതാവും. അപ്പൊ ഈ ഈക്വൽ ടു എന്താവും? സ്ട്രിക്ട്ലി ലെസ് ദാൻ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സീരീസിന്റെ സം, അല്ലെങ്കിൽ നമ്മൾ ഇത് ജോമെട്രിക് സീരീസിന്റെ സം വെച്ചിട്ട് പിന്നെ ഇൻഫിനിറ്റി എടുക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ എടുക്കുന്നതാണ്. ഇത്തരം പ്രോബ്ലം ഇനിയും വരുന്നുണ്ട്. നമ്മൾ ഈ സീരീസിന്റെ ഇൻഫിനിറ്റി വരെയുള്ള ടേം ആഡ് ചെയ്യുക, അപ്പൊ കുറച്ചുകൂടി ടേമുകൾ ആഡ് ചെയ്യും. അപ്പൊ ഈക്വൽ ടു എന്താവും? സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവും. We have done equal to mod x2 minus x1 into c raised to n minus 1. ഇത് a by 1 minus r. 0ക്കും 1നും ഇടയിലായതുകൊണ്ട് geometric series converges and sum equal to a by 1 minus r. Now നമുക്ക് എന്താണ് കിട്ടിയത്? mod xm minus xn strictly less than. So the Cauchy sequence ആണ് കിട്ടും. കാരണം this can be made less than epsilon. എങ്ങനെ ഇതിനെ less than epsilon ആക്കുക നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. കാരണം നമുക്കറിയാം c എന്ന് പറഞ്ഞാൽ 0-നും 1-നും ഇടയിലുള്ള ഒരു നമ്പർ ആണ്. അപ്പൊ c raised to n goes to 0, അല്ലെങ്കിൽ c raised to n minus 1 goes to c raised to n minus 1 goes to 0 ആണ്. Therefore അതിന് നമ്മൾ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ അതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇവിടെ നിന്ന് വെച്ചിട്ട് നമുക്ക് since c raised to n minus 1 goes to 0 xn is a Cauchy sequence എന്ന് പറഞ്ഞാൽ മതി. നമുക്ക് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ ഐഡിയ ആണ് ഞാൻ പറയണേ. c raised to n minus 1 goes to 0 എന്ന് പറഞ്ഞാൽ for epsilon greater than 0 there exists k belongs to n such that mod c raised to n minus 1 minus 0 less than epsilon കിട്ടും. ഇവിടെ മോഡുലസ് ഒന്നും ആവശ്യമില്ല. that is c raised to n minus 1 less than epsilon. അപ്പൊ എപ്സിലോൺ എന്താക്കിയാൽ മതി? c raised to n minus 1 ഇവിടെ ഒരു എപ്സിലോൺ ആക്കണേ into 1 എപ്സിലോണിനെ into 1 minus c കൊടുക്കുക divided by mod x2 minus x1 ആക്കുക. so this is less than epsilon, right? c raised to n minus 1 goes to 0 കാരണം 0 less than b less than 1 implies limit b raised to n equal to 0.
Since 0 less than capital C less than 1, limit c raised to n equal to 0. അതിന്റെ one tail ആണ് c raised to n minus 1. c raised to n minus 1 also goes to 0. c raised to n minus 1 0യിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ ഇങ്ങനെ ഉണ്ടാക്കാം. നിങ്ങൾക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ലെസ് ദാൻ എപ്സിലോൺ ആക്കാൻ പറ്റും എന്ന് പറയും. ഇവിടെ c raised to n minus 1 0യിലേക്ക് പോകുന്നതോടെ തന്നെ ബാക്കിയുള്ള ടേംസ് നമുക്ക് ഡീൽ ചെയ്ത് this can be made less than epsilon. Therefore xn is a Cauchy sequence ആണെന്ന് പറയാം. Let Fn be the Fibonacci sequence. Defined by Fn equal to F1 equal to F2 equal to 1, Fn equal to Fn plus 1 equal to Fn plus Fn minus 1 n greater than or equal to 3. This is called the Fibonacci sequence. Let xn equal to fn by fn plus 1 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഒരു ടേമിന് മുന്നോട്ടാണ് റേഷ്യോ. 1/1, 1/2, 2/3, 3/5, 5/8, 8/13, 13/21, etc. അങ്ങനെയാണ്. അപ്പോൾ അപ്പോ ഇതാണ് നമ്മളുടെ xn equal to fn divided by fn plus 1. അപ്പോൾ what will be xn plus 1? What will be xn plus 1 equal to fn plus 1 divided by fn plus 2. നമ്മൾ നേരത്തെ പറഞ്ഞത് fn plus 2 equal to is equal to fn plus 1 divided by fn plus 2 ആണ് ഇതിന്റെ തൊട്ട് മുമ്പത്തെ രണ്ട് ടേമുകളുടെ സമ്മാണ്. കാരണം fn is the Fibonacci sequence. This is equal to fn plus 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമ്മൾ എന്താ fn plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക equal to fn plus 1 divided by fn plus 1 divided by fn divided by fn plus 1 plus fn plus 1 divided by fn plus 1. ഓരോ ടേമിനെ fn plus 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ടേമിന് മാറ്റമൊന്നും വരില്ല. അപ്പോൾ എന്താണ് വരിക? equal to 1 divided by ഇത് xn ആവും. ഇത് is equal to 1 plus xn. So xn plus 1 equal to 1 by 1 plus xn എന്ന് കിട്ടും. So ഇതാണ് ഈ ടേംസ് തമ്മിലുള്ള കണക്ഷൻ. Now we see that the sequence is a contractive sequence. Contractive sequence ആണെന്ന് കാണുമെങ്കിൽ ആദ്യം നമ്മൾ കാണേണ്ടത് 1/2 ഈ സീക്വൻസിലെ ടേംസ് ഒക്കെ 1/2നും 1നും ഇടയിലാണ്. 1/2 less than or equal to xn less than or equal to 1 for all n belongs to n. ഈ റിസൾട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടി വരും, കാരണം നമുക്ക് ഇത് ഡിറൈവ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ റിസൾട്ട് ഇനി എന്ത് ചെയ്യണം വെച്ചാൽ ഇത് നമ്മൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി റിസൾട്ട് വെരിഫൈ ചെയ്യണം. അപ്പോൾ x1 equal to 1 ആണ്. അപ്പോൾ ഇത് 1/2 less than x1 equal to 1 ആണ്. So x1 lies between half and 1. So result is true for n equal to 1.
അപ്പോ n equal to 1 ന്റെ റിസൾട്ട് ട്രൂ ആണ്. Assume the result is true for n equal to k, that is half less than or equal to xk less than or equal to 1 ആണെന്ന് assume ചെയ്യുക. ഇനി ഇത് xn plus 1 ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഈ മിഡിൽ ടേം xk plus 1 ആക്കണം. k plus 1 ന്റെ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ മിഡിൽ ടേം k plus 1 ആക്കണം. അതിനെന്ത് ചെയ്യും? നമുക്കൊരു xn plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 plus xn. അപ്പൊ xk plus 1 എന്തായിരിക്കും? 1 by 1 plus xk. അപ്പൊ എല്ലായിടത്തും ആദ്യം 1 കൊണ്ട് ആഡ് ചെയ്യുക. 1 plus 1 by 2 less than or equal to 1 plus xk less than or equal to 1 plus 1. It is 3 by 2 less than or equal to 1 plus 6k less than or equal to 2. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് 1 by 1 plus 6k എന്നാക്കണം. 1 by 1 plus 6k അങ്ങനെ രണ്ട് റിവേഴ്സ് റെസിപ്രോക്കൽ എടുക്കുക. റെസിപ്രോക്കൽ എടുത്ത് ഇനീക്വാലിറ്റി തിരിഞ്ഞു വരിക. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് റെസിപ്രോക്കൽ വരിക. 1 by 2 less than or equal to 1 by 1 plus xk less than or equal to 2 by 3 എന്നാണ് വരിക. Now 1 by 1 plus xk is xk plus 1. That is 1 by 2 less than or equal to xk plus 1 less than or equal to 2 by 3. 2 by 3 is less than 1 or 2 by 3 less than or equal to 1. So xk plus 1 lies between half and 1. 1 ഓടെ വെറുതെ ഇട്ട് കൊടുക്കാൻ പറ്റും. So what we have seen that the xn lies between half and 1 for every n belongs to n by mathematical induction. This is the first we see. Next നമ്മൾ പറയാൻ പോകുന്നത് xn is a contractive sequence എന്നാണ്. Next we show that xn is a xn is contractive. xn contractive ആണെങ്കിൽ നമുക്കറിയാം mod xn plus 1 minus xn അല്ലെങ്കിൽ mod xn plus 2 mod xn plus 1 minus xn less than or equal to തൊട്ടടുത്ത രണ്ട് ടേമിനേക്കാളും less than or equal to a constant into mod xn minus xn minus 1 പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ ഇത് പ്രൂവ് ചെയ്യാന് xn plus 1 എന്താണ്? 1 by 1 plus xn അല്ലേ, minus xn, right? This equal to cross multiplier xn കൊടുക്കുക. അടുത്ത ടേം അങ്ങനെ xn 1 by 1 plus xn minus 1 എഴുതാം. അപ്പൊ this equal to 1 plus xn minus 1 minus 1 plus xn divided by 1 plus xn into 1 plus xn minus 1. Right? ന്യൂമറേറ്റർ എന്താവും? mod xn minus xn minus 1 എഴുതി കൂടെ? ഡിവൈഡഡ് ബൈ അല്ലേ, 1 ഉണ്ടെങ്കിൽ ക്യാൻസൽ ആവും. mod xn minus 1 minus xn mod xn minus xn minus 1 എഴുതാം. ഡിവൈഡഡ് ബൈ mod 1 plus 1 xn ഉം xn minus 1 ഒക്കെ പോസിറ്റീവ് ആയതുകൊണ്ട് 1 plus xn into 1 plus xn minus 1 മതി. മോഡുലസ് ഇട്ടാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം xn lies between half and 1. So there 1 ആഡ് ചെയ്താൽ അത് പോസിറ്റീവ് ആണ്. അപ്പൊ മോഡുലസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നോക്ക്, xn lies between half and 1. So 1 plus xn lies between xn lies between half and 1. അപ്പൊ 1 plus xn 1 ആഡ് ചെയ്താൽ 3 by 2 less than or equal to 1 plus xn less than or equal to 2. റെസിപ്രോക്കൽ എടുത്താലോ 2 by 3 greater than or equal to 1 by 1 plus xn greater than or equal to 1 by 2. So 1 by 1 plus xn less than or equal to ഇതിന് കിട്ടുന്ന ഇതാണ് 1 by 1 plus xn less than or equal to 2 by 3 എന്നാണ്. So this less than or equal to 1 by 1 plus xn നെ നമുക്ക് 2 by 3 കൊടുക്കാം. ഇനി 1 by 1 plus xn minus 1 നോ അത് n ന് വരെ n minus 1 എടുത്താൽ ഇതേ ഈക്വാലിറ്റി തന്നെയല്ലേ വരിക. അപ്പൊ 1 by 1 plus xn minus 1 എന്താ കിട്ടുക?
2 by 3 കിട്ടും into mod xn minus xn minus 1. So this equal to this less than or equal to 4 by 9 into mod xn minus xn minus 1. എന്താണ് നമുക്ക് കിട്ടിയത് ഇപ്പോ mod xn plus 1 minus xn less than or equal to 4 by 9 into mod xn minus xn minus 1. So xn is a contractive sequence with a constant of contraction 4 by 9. C equal to 4 by 9. The C lies between 0 and 1. So this is a contractive sequence. So this is a Cauchy sequence. So this is a convergent sequence. So limit xn exists. So sequence has a limit. Sequence has a limit. അത്രേ നമുക്ക് കാണുള്ളൂ. സീക്വൻസ് ലിമിറ്റ് ഉണ്ടെങ്കിൽ ലിമിറ്റ് കാണാൻ നമ്മുടെ കയ്യിൽ വേറെ ഐഡിയ ഉണ്ട്. കാരണം so xn is convergent. xn is contractive, hence it is Cauchy and convergent. xn is convergent, limit xn equal to x exists. ഇങ്ങനെ ഒരു വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇവിടേക്ക് പോകട്ടോ. നമ്മുടെ ഇക്വേഷൻ xn plus 1 equal to 1 by 1 plus xn. ഈ ഇക്വേഷനിൽ ലിമിറ്റ് കൊടുത്തുണ്ടാവും. ഇക്വേഷനിൽ ലിമിറ്റ് കൊടുത്തുണ്ടാവും. ലിമിറ്റ് ഓഫ് xn plus 1 equal to 1 by 1 plus limit of xn. What about this? This equal to x divided x equal to 1 by 1 plus x. Simplify ചെയ്താൽ നമുക്ക് റൂട്ട് കിട്ടും. എങ്ങനെ x square x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ x1 plus x കൊണ്ട് x square plus x equal to 1 or x square plus x minus 1 equal to 0. Quadratic equation ആണ്. സോൾവ് ചെയ്താൽ x equal to minus 1 plus or minus root of b square minus 4ac by 2a, that is equal to minus 1 minus root 5 by 2 and minus 1 plus root 5 by 2. ഈ minus 1 minus root 5 എന്ന് പറഞ്ഞാൽ root 4 എന്ന് പറഞ്ഞാൽ 2 ആണ്, root 5 എന്ന് പറഞ്ഞാൽ 2 point something ആണ്. അപ്പൊ ഇത് ഏകദേശം minus 3 by 2 ന്റെ മുകളിലുള്ള ഒരു നമ്പർ ആണ് വരിക. അതൊരിക്കലും ഈ സീക്വൻസിന്റെ ലിമിറ്റ് ആവാൻ കഴിയില്ല. കാരണം സീക്വൻസിലെ ടേം മുഴുവൻ ഹാഫിനും വണ്ണിനും ഇടയിലാണ്. സീക്വൻസിലെ ടേം മുഴുവൻ ഹാഫിനും വണ്ണിനും ഇടയിലാണ്. അപ്പൊ ഇതിന്റെ ലിമിറ്റും ഹാഫിനും വണ്ണിനും ഇടയിലായിരിക്കും. So this cannot be the limit of the sequence. So this must be the limit of the sequence. What about this value? This value is the golden ratio, and this value is approximately equal to ഈ വാല്യൂ ഏകദേശം 0.6034 ആണ് ഈ വാല്യൂ ഏകദേശം വരിക. ഇതിന്റെ റെസിപ്രോക്കൽ 1 by x equal to 1 by x എന്ന് പറഞ്ഞാൽ 1 plus x ആയിരിക്കും. കാരണം എന്താ 1 by x equal to 1 plus x ആണ്. x എന്താണ് 1 by 1 plus x. റെസിപ്രോക്കൽ എടുത്തെന്താവും 1 plus x equal to 1 by x. അപ്പോൾ 1 by x കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, x-നോടൊന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ റെസിപ്രോക്കൽ കാണണമെങ്കിൽ ഈ നമ്പറിനോടൊന്ന് ആഡ് ചെയ്താൽ മതി. That is 1 plus 0.6184, that is 1.618034. This is called the golden ratio, and sequence has limit 0.618034. It is the reciprocal of the golden ratio. ഈ ഗോൾഡൻ റേഷ്യോ മാത്തമാറ്റിക്സിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ജോമെട്രിയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട്. ഈ എക്സാമ്പിള് വളരെ ഒരു നൈസ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. കൺട്രാക്റ്റീവ് സീക്വൻസ് അപ്ലൈ ചെയ്യുന്ന ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് രണ്ട് ഡെറിവേഷൻസും. കാരണം ഈ എക്സാമ്പിൾ ചോദിക്കുന്നതിനേക്കാളും അതാണ് കൂടുതൽ എക്സാമിന് ചോദിക്കാറുള്ളത്. അതുകൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. നിങ്ങളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ ഈ രണ്ടിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. രണ്ടും ഒന്നിച്ച് ചോദിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. If x equal to xn is a contractive sequence
with the constant of contraction 0 less than c less than 1, and if x star equal to limit of xn. നമുക്ക് ആ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്. Then first one, there are two results. Mod x star minus xn less than or equal to c raised to n minus 1 by 1 minus c into mod x2 minus x1. രണ്ടാമത്തെ റിസൾട്ട് mod x star minus xn less than or equal to c raised to c by 1 minus c into c by 1 minus c into mod xn minus 1. രണ്ടും കൺട്രാക്റ്റീവ് സീക്വൻസുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടുകളാണ്. ഈ റിസൾട്ട് ഡിറൈവ് ചെയ്യാൻ ഒരു പണിയില്ല. കാരണം ഇത് ഏകദേശം നമ്മൾ xm മൈനസ് xn ഡിഫൈൻ ചെയ്യുക, m ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ ഈ ആൻസർ ആയി. നോക്കുക, നമ്മൾ ഓരോരുത്തർ ചെയ്തതാണ്. xm മൈനസ് xn കാണാൻ നമ്മൾ ആദ്യം what is xn plus 1 minus xn or xn plus 2 minus xn plus 1. നമ്മൾ പറഞ്ഞു is equal to c raised to n into mod x2 minus x1. ഈ n രണ്ടിടത്ത് n c ന്റെ പവർ ആയിട്ട് പോയി, ബാക്കി ഇവിടെ 2 1 x2 minus x1. That is the idea. Now ഈ ഐഡിയ ഉപയോഗിച്ച് നമുക്ക് what is m greater than n, what is mod xm minus xn is equal to modulus of xm minus xm minus 1 plus xm minus 1 minus xm minus 2 etc plus x2 minus x1 plus triangular inequality less than or equal to mod xm minus 1 plus mod xm minus 1 minus xm minus 2 plus etc plus mod x2 minus x1. നമ്മൾ തൊട്ടും ചെയ്ത അതേ ഡെറിവേഷനിലാണ് ഒരു വട്ടം ചെയ്യണം. ഫസ്റ്റ് റിസൾട്ടിന് വേണ്ടി ചെയ്യുന്നത് എന്തായിരിക്കും? is less than or equal to c raised to x2 minus x1 ആക്കണമെങ്കിൽ എന്നൊക്കെ m ആണ് കൂട്ടിയാ കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ m minus 2 കൊടുക്കേണ്ടി വരും അല്ലെ. ഈ വാല്യൂ ആണ് രണ്ടും കൂടെ ആഡ് ചെയ്താൽ കിട്ടേണ്ടത്. അതേപോലെ ഇവിടെ എന്താണ് വരിക? c raised to m minus 3 into mod x2 minus x1 plus etc plus mod x2 minus x1. ഡെറിവേഷൻ വേണം എക്സ്പ്ലെയിൻ ചെയ്യണില്ല, ആ ഐഡിയനെ ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. this equal to c raised to mod x2 minus x1 can be taken as common from each term, and then last term അതല്ലല്ലോ വരിക അല്ലേ? അല്ലെ mod xn plus 1 minus mod xn ആണ് വരിക. ഇവിടെ c raised to n minus 1 ആണ് വരിക. c raised to n minus 1. So c raised to n minus 1 can be taken as common into 1 plus c plus c square plus etc plus last term is നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് c raised to എന്താണ് m minus n minus 1 ഉണ്ടാവുക. നമ്മള് നേരത്തെ ചെയ്ത പോലെ തന്നെ strictly less than mod x2 minus x1 c raised to n minus 1 into 1 plus c square plus etc infinity വരെ ടേം എക്സ്റ്റെൻഡ് ചെയ്യുന്നു.
is equal to mod x2 minus x1 into c raised to n minus 1 into 1 by 1 minus. അപ്പോൾ ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഇനി എന്താ ചെയ്യുന്നത് നോക്കാം. മോഡ് xm minus xn less than or equal to mod x2 minus x1 into c raised to n minus 1 divided by 1 minus c. Now ഈ ഇക്വേഷനിൽ m ഉണ്ട് n ഉണ്ട്. നമ്മൾ പറഞ്ഞു this is a contraction, therefore xn is a contractive sequence. xn is Cauchy sequence and hence it is convergent. For limit xn exists, let x star equal to limit x. നമ്മൾ ഈ ഇനീക്വാലിറ്റി എന്താ ചെയ്യണ അറിയോ? m tends to infinity കൊടുക്കാം. m tends to infinity കൊടുക്കുമ്പോൾ xm എന്താവും? xm m tends to infinity ആകുമ്പോൾ xm എന്താവും? xm അതിന്റെ ലിമിറ്റ് ആയി മാറും. അപ്പോൾ x star ആയി മാറും. So this inequality becomes mod എന്താ മാറും? xm ന് പകരം x star വരും. അത് തന്നെയാണ് നമ്മളുടെ ആൻസർ. mod x star minus xn less than or equal to mod x2 minus x1 into c raised to n minus 1 by 1 minus c എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട റിസൾട്ട്. mod x star minus x1 less than or equal to c raised to n minus 1 by 1 minus c into mod x2 minus x1. Now രണ്ടാമത്തെ റിസൾട്ട് കുറച്ചുകൂടി ഇതാണ്. നമ്മള് what will be രണ്ടാമത്തെ റിസൾട്ട് പ്രൂവ് ചെയ്യണമെങ്കിൽ xn minus x mod xn plus k minus xn plus k minus 1 less than or equal to mod xn minus 1 ആക്കുകയാണെങ്കിൽ c ന്റെ പവറിൽ എന്താ ഉണ്ടാവുക? നമുക്കറിയാം k ആണ്. We have to prove this result by mathematical induction. We prove this result by mathematical induction. For k equal to 1, the result is true by our definition. For k equal to 1, mod xn plus 1 minus xn less than or equal to c into mod xn minus 1. It is a definition of contractive sequence. And for n equal to k, suppose the result is true. Now what is mod xn plus k plus 1 minus mod xn plus k? By definition of contractive sequence, this less than or equal to c into k ന്റെ പവർ ഒന്ന് കുറയും, സഫിക്സ് ഒന്ന് കുറയും, xn plus k minus xn plus k minus 1. ഇതിന് ഇൻഡക്ഷന്റെ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാം. ഈ റിസൾട്ട് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ മോഡുലസ് എന്ത് ചെയ്യാം? ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു സി. ഈ ടേം അല്ലേ, ഈ ടേം ഒന്നല്ലേ? റിസൾട്ട് സി റൈസ് ടു കെ പ്ലസ് 1 ഇൻറ്റു മോഡ് xn മൈനസ് xn മൈനസ് 1. നമുക്ക് ഇതെങ്ങനെ എഴുതി, ഒറ്റയടിക്ക് എഴുതി എങ്ങനെയെന്ന് സംശയം വരുന്നുണ്ടോ? നമുക്ക് ആവശ്യം പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിലേക്ക് നോക്കുക. ആദ്യത്തെ റിസൾട്ട് നമുക്ക് മോഡ് x2 മൈനസ് x1 വെച്ചിട്ടില്ലേ? രണ്ടാമതൊക്കെ xn മൈനസ് xn മൈനസ് 1 വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് എന്ത് റിസൾട്ട് കിട്ടണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഇതിനെ എഴുതാൻ നോക്കുക. ഏത്? മോഡ് xn പ്ലസ് k മൈനസ് xn പ്ലസ് k മൈനസ് 1 സിന്റെ പവർ എഴുതണ്ട, xn മൈനസ് 1 ടേം എഴുതാം. കാരണം നമുക്ക് അവിടെ അതാണ് ആൻസർ വേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇത് രണ്ടും ആഡ് ചെയ്ത് കിട്ടണം, n പ്ലസ് k കിട്ടണം നമുക്കറിയാം. അപ്പൊ ഇവിടെ n ആണെങ്കിൽ ഇവിടെ k.
സിമ്പിൾ ആണ്. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ വഴി പ്രൂവ് ചെയ്യാറുള്ള k equal to 1 ജസ്റ്റ് നമ്മൾ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്യാനുള്ളൂ. പിന്നെ k പ്ലസ് 1 കൊടുത്താൽ റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആദ്യം നമ്മൾ കൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനിഷൻ ഉപയോഗിക്കുക, പിന്നെ ഈ assumption ഉപയോഗിക്കുക. നമുക്ക് result is true for all n equal to p. Therefore by induction by principle of mathematical induction, this result is true. Mod xn plus k minus xn plus k minus 1 less than or equal to c raised to k into mod xn minus xn minus 1. ഇനി നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത അതേ പ്രോസസ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താൽ മതി. ഏതാണത്? Now what is mod xm minus xn? Mod xm minus xn less than or equal to mod xm minus xm minus 1 plus mod xm minus 1 minus xm minus 2 plus etc plus mod xn plus 1 minus xn. ഓരോ ടേമും ലെസ് ദാൻ വണ്ണിൽ എന്താ എഴുതാൻ പറ്റുന്നത്? നമുക്ക് xn മൈനസ് എന്നൊക്കെ ആദ്യത്തെ ടേം ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിന്റെ പവർ എന്ന് നമുക്കറിയില്ല. മോഡ് xn മൈനസ് xn മൈനസ് 1 എഴുതണ്ടേ. ഈ സിന്റെ പവർ ഇത് ആഡ് ചെയ്തതായിട്ടുള്ള എം ആ കിട്ടണ്ടേ. എക്സിന്റെ കൂടെ എന്താണുള്ളത്? n ആണുള്ളത്. സിന്റെ പവറും എക്സിന്റെ സഫിക്സും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടണം? എം കിട്ടണം. എന്നോട് എന്താ ആഡ് ചെയ്താൽ എം കിട്ടുക? എന്നോട് എം മൈനസ് n ആഡ് ചെയ്താലാണ് എം കിട്ടുക. റൈറ്റ്? അടുത്തെന്തായിരിക്കും? c പവർ m മൈനസ് n മൈനസ് 1 into mod xn minus xn minus 1 plus etc plus ഇവിടെ എന്താണ് വരിക? mod xn minus xn minus 1 ആണ് വേണ്ടത്. നമുക്കറിയാം ഡെഫിനിഷൻ പ്രകാരം തന്നെ c into. Now is equal to c into mod xn minus xn minus 1 is common in all terms. എന്താണ് ഒരു 1 plus c plus etc plus c raised to m minus n minus 1 വരും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ? ഈ സീരീസ് ആണ് ഇൻഫിനിറ്റി വരെ ലെസ് ദാൻ c into mod xn minus xn minus 1 into 1 plus c square plus etc. 1 by 1 minus c ആയിരിക്കും. അപ്പോൾ c by 1 minus c into കിട്ടും. ലെഫ്റ്റ് സൈഡിലെ mod xm minus xn less than or equal to ആണ് ഉണ്ടാവുക. Now what happens as m tends to infinity? As m tends to infinity, this becomes x star minus xn. നമുക്ക് ആൻസർ കംപ്ലീറ്റ് ചെയ്യാം.